ഇന്നലെ ഒരു ടെലിവിഷൻ ചാനലിൻ്റെ ഒരു ചർച്ച കുറച്ച് ഭാഗം കണ്ടു. അതിനകത്ത് ഈ സർക്കാരല്ലേ 1.5 കിലോ സ്വർണം കട്ടത് എന്ന് അവതാരകൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ അവതാരക ചോദിക്കുകയാണ്, ഈ സർക്കാരല്ലേ 1.5 കിലോ സ്വർണം കട്ടത് എന്ന്. എവിടെ സ്ഥിരീകരിക്കപ്പെട്ടു എന്നുള്ള കാര്യം എനിക്ക് ഒരു പിടിയില്ല. പക്ഷേ അതിലേക്ക്, ആ ചർച്ചയിലേക്ക് ഈ ദിവസത്തെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് സഭയിലെ ഈ ബഹളങ്ങളും ഇതുമായി ബന്ധപ്പെട്ട കൊണ്ടുപോകും. അതെ, മാധ്യമങ്ങൾ ആ നിലയ്ക്ക് തന്നെ കൊണ്ടുപോകും. വേറൊരു തലക്കെട്ട്, ഇന്നൊരു മാധ്യമത്തിന്റെ തലക്കെട്ട് കണ്ടത്, മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ള വിവാദം കത്തി നിൽക്കെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും കാണാൻ ഡൽഹിയിൽ. അങ്ങനെയാണ് ഒരു പത്രത്തിന്റെ തലക്കെട്ട് തന്നെ. തെറ്റില്ല, പക്ഷേ വെച്ചു കൊടുക്കുക, ഒരെണ്ണം അതിലേക്ക് പതിയെ തിരികെ വെച്ചു കൊടുക്കുക. അപ്പൊ ഈ രീതിയിൽ ഈ സംഗതി പൊലിപ്പിക്കാൻ തക്ക വണ്ണമുള്ള ഒരു സാധ്യത പ്രതിപക്ഷം കണ്ടു. അതിൽ പ്രതിപക്ഷം വിജയിക്കുകയും ചെയ്തു. കാരണം മാധ്യമങ്ങൾ ഈ മട്ടിൽ ഇതിനെ കൈകാര്യം ചെയ്തുകൊള്ളുമെന്ന് പ്രതിപക്ഷത്തിന് അറിയാം. സ്വർണത്തിന്റെ വില 1 ലക്ഷത്തിലേക്ക് എത്തി നിൽക്കുക കൂടി. അതുകൊണ്ട് സ്വർണ്ണമെന്ന് കേൾക്കുമ്പോൾ നന്നായിട്ട് അത് തലയിൽ ബൾബ് പോലെ ഭിന്നും. ഇതിൽ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഇത് ഈ ഇന്നലെ നടന്ന ഒരു ചർച്ച ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഞാൻ കണ്ടതാണ്. ആ ചർച്ചയിൽ വാതില്, കട്ടള എല്ലാം പോയി എന്നിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഏതേത് വസ്തുതയുടെ അടുത്ത് നിന്നുകൊണ്ടല്ല ഈ ചർച്ചയൊന്നും പോകുന്നത് എന്നുള്ള വലിയ പ്രശ്നമുണ്ട്. സത്യവുമായി ചേർത്ത് വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർ പരിഹസിക്കപ്പെടുമല്ലോ എന്നുള്ള വിഷമമാണ് എനിക്ക്. പ്രധാനപ്പെട്ട പോയിന്റ്, അതായത് കഴിഞ്ഞ തവണ നമ്മളെപ്പോലുള്ള ചില ആളുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ വസ്തുതയിൽ നിന്നിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഖുറാനിൽ സ്വർണ്ണക്കടത്ത്, ഈത്തപ്പഴത്തിൽ സ്വർണ്ണക്കടത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ നിന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ അടക്കം അവർക്ക് തിരിച്ചടി ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്ന ആളാണ്. കാരണം ഇതിൽ തന്നെ ഇത് പ്രതിപക്ഷത്തെ വസ്തുത പറഞ്ഞാൽ മതി. പ്രതിപക്ഷത്തെ മാധ്യമങ്ങൾ കുഴപ്പത്തിലാക്കി സംഭവിച്ചത് കഴിഞ്ഞ തവണ അതായിരുന്നു, വർഷം ഓർമ്മയുണ്ടല്ലോ. അത് തന്നെ സംഭവിക്കുക. ഇത് ഇന്നലെ ചർച്ചയിൽ കട്ടളയും വാതിലും കൊണ്ടുപോയില്ലേ, കൊണ്ടുപോയില്ലേ സർക്കാർ. കട്ടളയും വാതിലും അവിടെ സ്ട്രോങ് റൂമിൽ ഇരിക്കുകയാണ്. സ്ട്രോങ് റൂം അല്ലാത്ത വേറൊരു മുറിയിലാണെന്നാണ് മറ്റേ മുരാരി ബാബു പറഞ്ഞത്. എന്തായാലും അവിടെ ഇരിപ്പുണ്ട്. അന്ന് ഈ വിജയ് മല്യ പൊതിഞ്ഞ കട്ടളയും വാതിലും അവിടെ ഇരിക്കുമ്പോഴാണ് അത് സർക്കാർ കട്ടുകൊണ്ടുപോയി എന്ന് ഒരു സംശയവുമില്ലാതെ ഒരു മാധ്യമം ഇരുന്ന് പറയുന്നത്. അവിടെയാണ് കുഴപ്പം. എന്താണ്, ആളുകളുടെ മനസ്സിൽ അതാണ് പതിയുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, ഇതിൽ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും 1-2 ഉദ്യോഗസ്ഥരൊക്കെ കൊടുക്കുന്ന തരത്തിലോ, അല്ലെങ്കിൽ ഇത് സ്വർണം പൂശിയതാണെന്നോ മറ്റെന്തെങ്കിലുമൊക്കെ കണ്ടെത്തലോ ഇത് മങ്ങിപ്പോയെന്നോ ഒക്കെ വന്നു കഴിയുമ്പോൾ ഈ മാധ്യമങ്ങൾ പരിഹാസ്യരാകും. അതിനപ്പുറം സത്യത്തിൽ സർക്കാരിനെ അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡിനെ ഒക്കെ പ്രതിസ്ഥാനത്ത് നിർത്താൻ തക്കവണ്ണമുള്ള യഥാർത്ഥമായ വസ്തുതകൾ പറഞ്ഞു പോയാൽ ആ പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് ഈ വാർത്തകളുടെ ഈ വളർച്ചയിൽ എനിക്കതാണ് തോന്നുന്നത്. ഇതിനു മുമ്പും വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് മോഷണവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴൊക്കെ അതാത് കാലത്തെ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുള്ള ചർച്ചകളിലേക്ക് പ്രതിപക്ഷം പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ആ മട്ടിൽ തന്നെ സംഭവിക്കുമായിരുന്നുള്ളൂ. ഭരണപക്ഷം ഇത്രയും പ്രകോപിതരായി പ്രതികരിക്കാതിരുന്നിരുന്നെങ്കിൽ. അതൊന്നും ഒരു വശം പ്രതിപക്ഷത്തെ കുഴപ്പത്തിലാക്കുന്നത് മാധ്യമങ്ങളുമാണ് എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ.